പല ഭീകര ചിത്രങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത്ര ബീഭത്സത നിറഞ്ഞ ഒരു ചിത്രം ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇംഗ്ലീഷിലുള്ള ഡ്രാക്കുള ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രം. ഒരു സുപ്രധാന അറിയിപ്പ്: മനക്കരുത്തില്ലാത്തവർ ഈ ചിത്രം കാണരുത്. എന്നെപ്പോലെ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കൊക്കെ സിനിമയിൽ താല്പര്യമുള്ള ഒരാളെ ആകർഷിക്കാൻ പറ്റിയ വാചകങ്ങളൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ അതിൻ്റെ പരസ്യങ്ങളിൽ ഒരു പ്രേതത്തിൻ്റെ വെള്ളസാരി കൊടുത്തൊരു പ്രേതത്തിൻ്റെ, വിജയനിർമ്മലയാണ് നമ്മുടെ ഭാർഗവ നിലയത്തിൽ വന്ന വിജയനിർമ്മല ഉണ്ടല്ലോ. അപ്പോൾ ആ വിജയനിർമ്മലയുടെ ഇത് ആ ഒരു ചില ഓർമ്മകളും ഒക്കെ ആയിട്ട് ഈ പടം കാണാനായിട്ട് അധികം താല്പര്യത്തോടു കൂടിയാണ് പടം കാണാൻ പോയത്. 1970. അത് നിശാഗന്ധി എന്നാണ് ആ പടത്തിൻ്റെ പേര്. എസ് പ്രഭാകരൻ നായരും എൻ തമ്പിയും ചേർന്നാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഈ എൻ തമ്പി എന്ന് പറയുന്ന അദ്ദേഹം സംവിധായകനാണ്. അദ്ദേഹം തന്നെയാണ് ഈ പടം സംവിധാനം ചെയ്തത്. നമ്മൾ നേരത്തെ ഈ ചാനലിൽ മാസപ്പടി മാധുപിള്ളയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹമായിരുന്നു മാസപ്പടി മാധുപിള്ള സംവിധാനം ചെയ്തത്. പാദസരം, കാട്ടുതീ, പ്രതാപേന്ദ്ര പ്രൊഡ്യൂസ് ചെയ്ത കാട്ടുതീ, ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്ന ആളാണ് ഈ എൻ തമ്പി എന്ന് പറയുന്നത്. ഈ ചിത്രം, നിശാഗന്ധി എന്ന് പറയുന്ന ഈ ചിത്രം ഇപ്പോൾ കിട്ടാനില്ല. യൂട്യൂബിൽ ഒരിടത്തും ഒരു സോഷ്യൽ മീഡിയയിൽ എങ്ങും ഇതിൻ്റെ ഒരു പ്രിന്റ് പോലും അവശേഷിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇതിലെ പാട്ടുകൾ പോലും, സാധാരണ പ്രിന്റ് കിട്ടാത്ത പടത്തിൻ്റെ പാട്ടുകൾ ഗ്രാമഫോൺ റെക്കോർഡിൽ നിന്നൊക്കെയുള്ള റെക്കോർഡ് ചെയ്തിട്ട് പലരും യൂട്യൂബിലോ ഒക്കെ വച്ചേക്കാറുണ്ട്. അങ്ങനെ പോലും ഉള്ള പാട്ടുകൾ ഇതിൻ്റെ അകത്ത് കിട്ടാനില്ല. 6-7 പാട്ടുണ്ടായിരുന്നു. 6-7 പാട്ടിൽ ആകെ 2 പാട്ടോ മറ്റോ ഇപ്പം യൂട്യൂബിൽ ലഭ്യമായിട്ടുള്ളൂ. പാട്ടുകളെക്കുറിച്ച് ഇതിൻ്റെ പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയാം. അപ്പം ഇത്രയും ഇതായിട്ടുള്ളൊരു പടമായതുകൊണ്ട് ഒരു പ്രിന്റും ലഭ്യമല്ല, പാട്ടുകൾ പോലും ലഭ്യമല്ല, 2 പാട്ട് മാത്രം ലഭ്യമായിട്ടുള്ള. ഇതിലെ ഏറ്റവും നല്ല പാട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരസ്യത്തിൽ വരെ പറഞ്ഞിരുന്നു, ആ പരസ്യത്തിൽ വരെ പരാമർശിച്ചിരുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടും ഇപ്പോൾ കിട്ടാനില്ല. ഇനി ആരുടെയെങ്കിലും കയ്യിൽ പണ്ടെങ്ങാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നോ റേഡിയോയിൽ നിന്ന് പിടിച്ചതോ ഒക്കെ ആയിട്ടുള്ള കാസറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്താൽ നന്നായിരിക്കും. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള പാട്ടുകളായിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ONV എഴുതി ദേവരാജൻ മാസ്റ്ററാണ് അതിൻ്റെ സംഗീത സംവിധാനം ചെയ്തത്. ഗംഭീര പാട്ടെന്ന് പറഞ്ഞാൽ ONVയുടെ രചനയും ദേവരാജ മാഷയുടെ സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാവില്ല. അത്ര നല്ല പാട്ടുകൾ ഒരു കാരണവശാലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്തായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കഥാസൂചന ഞാൻ പറയാം. പടം ഒരു പ്രേത ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പടമാണ് നിശാഗന്ധി എന്ന് പറയുമ്പോൾ. അതിൽ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, ഒരു ഫോറസ്റ്റ് റേഞ്ചർ, കോട്ടയം ചെല്ലപ്പനാണ് ആ വേഷം ചെയ്യുന്നത്. ഗസ്റ്റ് വേഷമായിരുന്നു. അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിൽ ചാർജ് എടുക്കാനായിട്ട് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച്, കാർ ഓടിച്ച് വരുവാണ്. അങ്ങനെ കാർ ഓടിച്ച് കുറേ അകലത്തു നിന്നാണ് വരുന്നത്. വണ്ടി ഓടിച്ച് വരുമ്പോൾ ഒരു വനപ്രദേശം, ആ വനപ്രദേശമുള്ള അവിടെയാണല്ലോ ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങോട്ട് ചാർജ് എടുക്കാൻ വരുമ്പോൾ പോകുന്ന വഴിക്കൊരു ശ്മശാനമൊക്കെ ഉണ്ട്, എസ്റ്റേറ്റും ശ്മശാനമൊക്കെ ഉണ്ട്. ആ ശ്മശാനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പുള്ളി പഠിച്ച പണി 18 നോക്കും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത് സ്റ്റാർട്ട് ആകുന്നില്ല. എന്ത് ചെയ്യും? രാത്രിയായി, അർദ്ധരാത്രിയോടെ എടുക്കുന്നു. പുള്ളിക്ക് വേറെ എങ്ങും പോകാൻ പറ്റില്ല. ഇങ്ങനെ പരിസരം നോക്കിക്കഴിഞ്ഞപ്പം കുറച്ച് അകലെയായിട്ട് ഒരു ബംഗ്ലാവ് കാണും. അവിടെ വെളിച്ചവും കാണും. പുള്ളി എന്നാൽ ഇന്ന് രാത്രി നേരം വെളുപ്പിക്കണല്ലോ, അപ്പോൾ ഇന്ന് രാത്രി അവിടെ അഭയം തേടാം എന്ന് കരുതി പുള്ളി നേരെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വാതിൽ, എസ്റ്റേറ്റിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. പുള്ളി ഇതിലെ അകത്ത് കയറും. അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കാണ് ഈ ഷാൻലിയേഴ്സ് ഉണ്ട്, ശരറാന്തൽ എന്ന് പറയുന്നത്, ഈ സാധനങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങാൻ തുടങ്ങും. കാറ്റടിക്കും. പോയി ജനാലച്ചില്ലൊക്കെ പൊട്ടിക്കിടക്കുന്നൊക്കെയാണ്. അതിലൂടെ കാറ്റൊക്കെ ശക്തിയായിട്ട് വരും. അകലെ ഇതിൻ്റെ വെളിയിൽ പട്ടികൾ ഓരിയിടാൻ തുടങ്ങും, നായ്ക്കൾ ഓരിയിടാൻ തുടങ്ങും. ആകപ്പാടെ ആറാമ്പലും ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ ഈ ഷാൻലിയർ ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ കിടക്കുന്നിടത്ത് ഒരു കബന്ധം, ഒരു തലയില്ലാത്ത ശരീരം ഇയാളെ ഫോളോ ചെയ്യുന്നതായിട്ട് ഇയാൾക്ക് തോന്നുന്നല്ലേ, ഇയാളത് കാണും. തലയില്ലാത്തൊരു ശരീരം, ഇയാളാകെ വരണ്ടു പോകും. ഭിത്തിയിലാണെങ്കിൽ ഒരു സായിപ്പിൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. റോക്ക്വുഡ് ബംഗ്ലാവ് എന്നാണ് ഈ ബംഗ്ലാവിൻ്റെ പേര്. അവിടെ സായിപ്പിൻ്റെ ഒരു ഫോട്ടോ, ഒരു പോർട്രേറ്റ് വരച്ചത് അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടു പുള്ളി ഈ ശവം, ഈ കബന്ധം തന്നെ, തലയില്ലാത്ത ശരീരം തന്നെ ഫോളോ ചെയ്യുന്നത് കണ്ട് പുള്ളി ആ കിളി പോയി എങ്ങനെയൊക്കെയോ ഓടി പുറത്തിറങ്ങി. പുറത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് സുന്ദരിയായ ഒരു യുവതിയുടെ രൂപം.
ഇതാണെങ്കിൽ ഒരു പാട്ടിൻ്റെ പശ്ചാത്തലമുണ്ട്. നീലവാനമേ നീലവാനമേ നീയാരെ താഴെ തിരഞ്ഞു വന്നു. അങ്ങനെ പാട്ട്. ഈ പാട്ടും കേൾക്കാം. ഇത് കേട്ടിട്ട് അപ്പം ഇയാൾക്ക് ഭീതിയോടൊപ്പം തന്നെ കൗതുകവും കൂടെയാകും. അപ്പം യുവതിയുടെ ഇതാരാണെന്ന് അറിയാട്ടോ എന്താണെന്ന് അറിയാൻ ചോദിക്കാൻ തന്നെ ചെല്ലുമ്പോൾ ഈ പെണ്ണ് അങ്ങോട്ട് യുവതി അങ്ങോട്ട് നടന്ന് ഇയാളും പുറകെ കൂടും. യഥാർത്ഥത്തിൽ ഈ യുവതി ഈ പാട്ടിൻ്റെ അകമ്പടി ഉണ്ടെങ്കിലും ഇയാളെ ആ ബംഗ്ലാവിൽ നിന്ന് മാറ്റി രക്ഷിച്ച് വേറൊരു ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഫോറസ്റ്റ് ഓഫീസിൽ ഈ തോമസ് ജോൺ എന്ന് പറയുന്ന റേഞ്ചർ എത്തും. അവിടെ രാത്രിയിൽ ഫോറസ്റ്റ് ഗാർഡിനെ ഇവർ വിളിച്ചെഴുന്നേപ്പിച്ച് ഇയാൾ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ ഇയാളുടെ ഈ ഉണ്ടായ അനുഭവമൊക്കെ പറഞ്ഞു കഴിയുമ്പം ഫോറസ്റ്റ് ഗാർഡ് പറയും, നന്നായി സാറേ, കുഴപ്പം പിടിച്ചൊരു എങ്ങനെയും രക്ഷപ്പെട്ടു പോകുന്നല്ലോ, അത് വളരെ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണ്. ഒരു സായിപ്പിൻ്റെ ബംഗ്ലാവായിരുന്നു ഈ റോക്ക്വുഡ് എന്ന് പറയുന്നത്. പണ്ട് അവിടെ ഒരു സായിപ്പ്, ഇതിൻ്റെ ഓണറായിട്ടുള്ള സായിപ്പ് അപമൃത്യുവിനിരയായി. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി രാത്രി കാലങ്ങളിൽ ഈ സായിപ്പിൻ്റെ പ്രേതം അവിടെയെല്ലാം സഞ്ചരിക്കുന്നതായിട്ടും രാത്രിയിൽ വിജനമായ സ്ഥലത്തൊക്കെ ഇങ്ങനെ പ്രേതം സഞ്ചരിക്കുന്നതായിട്ടും ഇയാളുടെ മുമ്പിൽ ആരെങ്കിലും, ഈ പ്രേതത്തിൻ്റെ മുമ്പിൽ ആരെങ്കിലും വഴിതെറ്റിയോ എങ്ങനെയും പൊട്ടുവഴിച്ച് വന്നു പെട്ടുപോയാൽ അവരെ ഈ സായിപ്പിൻ്റെ പ്രേതം വകവരുത്തുമെന്നും ഒക്കെയാണ് അവിടുത്തെ വിശ്വാസം. അങ്ങനെ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണ്, സാർ ഏതായാലും രക്ഷപ്പെട്ടത് നന്നായല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഈ പെൺകുട്ടി ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇയാൾ ഈ യുവതിയുടെ കണ്ട കാര്യം പറയുമല്ലോ, അപ്പോഴ് ഇയാൾ ഈ പഴയ കഥകൾ, ഈ റോക്ക്വുഡ് ബംഗ്ലാവിൻ്റെ കാര്യങ്ങൾ പറയുവാണ്. അതായത് ഈ സാറ് വരുന്നതിന് മുമ്പ്, കോട്ടയം ചെല്ലപ്പം വരുന്നതിന് കുറച്ച് കാലം മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വേറൊരു ഓഫീസർ, ഒരു മേനോൻ എന്ന് പറയുന്നത് സത്യൻ മാഷാണ്. സത്യനാണ് ആ വേഷം ചെയ്യുന്നത്. സത്യൻ അവിടെ ചാർജ് എടുക്കാനായിട്ട് വരും, ചാർജ് എടുക്കും. അവിടെ വന്നു കഴിഞ്ഞിട്ട് അപ്പം ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് കുറച്ചൊക്കെ മാറിയായിട്ടൊരു എസ്റ്റേറ്റ് ഉണ്ട്, എസ്റ്റേറ്റ് ബംഗ്ലാവും ഒക്കെ ഉണ്ട്. അവിടുത്തെ എസ്റ്റേറ്റിൻ്റെ ഓണർ എന്ന് പറയുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. പുള്ളിക്ക് സമ്പന്നനാണല്ലോ, എസ്റ്റേറ്റ് ഓണറൊക്കെ ആകുമ്പോൾ നല്ല സമ്പന്നനാണ്. പുള്ളിക്കൊരു സുന്ദരിയായ മകളുണ്ട്, ജയഭാരതി. പിന്നെ അവിടെ ഇയാളുടെ ഡ്രൈവറായിട്ട് അടൂർ ഭാസിയുണ്ട്. അങ്ങനെ കുറേ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇയാൾ വളരെ സന്തോഷമായിട്ട് എസ്റ്റേറ്റൊക്കെ ഭരിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. അത് കൊട്ടാരക്കര ശ്രീധരൻ നായർ. അപ്പം കൊട്ടാരക്കര ഇയാളെ സത്യനെ കണ്ട് ഇഷ്ടപ്പെടും. ഇങ്ങനെ പുള്ളിക്ക് സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യും. ഫോറസ്റ്റ് ബംഗ്ലാവിൽ സത്യനെ സഹായിക്കാനായിട്ട് വീട്ടു ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരാളെ ഏർപ്പാട് ചെയ്ത് കൊടുക്കും. ഈ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നത് PJ ആൻ്റണിയെയാണ്. നമ്മൾ പല പടത്തിലും PJ ആൻ്റണിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പൂച്ചക്കണ്ണ്, ഇങ്ങനെ തുറച്ച നോട്ടവും ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു രൂപമൊക്കെയാണ്. അപ്പോൾ ഈ PJ ആൻ്റണിയാണ് സത്യനെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത്. പുള്ളി രാത്രി കാലങ്ങളിൽ പേടിച്ചേരേണ്ട പോലെ ഈ കണ്ണും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ഭാവമൊക്കെ ആയിട്ട് അസമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പോകുന്നതൊക്കെ കാണാം. ഇതൊക്കെ സത്യനിലൊരു ഭീതി ജനിപ്പിക്കുന്നുണ്ട്. പോരാത്തിന് സായിപ്പിൻ്റെ കഥയുണ്ടല്ലോ അവിടെ. ആ തോട്ടം ഇയാളുടെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ തോട്ടത്തിലെ റൈറ്ററായിട്ട് ഒരാളുണ്ട്. അപ്പം റൈറ്ററുടെ പെങ്ങളാണ് വിജയനിർമ്മലയാണ്. വിജയനിർമ്മല ശരിക്ക് നമ്മുടെ ഭാർഗവി നിലയത്തിലെ ഭാർഗവി കുട്ടിയില്ലേ വിജയനിർമ്മല, ആ വിജയനിർമ്മല അവളാണ് ഈ തോട്ടത്തിലെ റൈറ്ററുടെ പെങ്ങളായിട്ട് വരുന്ന അമ്മിണി എന്നാണ് പെണ്ണിൻ്റെ പേര് പടത്തിൽ, വിജയനിർമ്മലയെ സത്യൻ കാണും. സത്യനും വിജയനിർമ്മലയായിട്ട് എന്തോ ആദ്യ നോട്ടത്തിൽ തന്നെ ഇവർക്ക് ഒരു ഇഷ്ടം തോന്നുകയൊക്കെ ചെയ്യും. ഇത് പ്രേമമായിട്ട് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇവർ വലിയ താല്പര്യമാണ്. അപ്പം ഇതറിഞ്ഞ കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ്റ്റേറ്റ് ഓണർ, ഇതിനെ നിരുത്സാഹപ്പെടുത്തും. ഇവളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും. നീ അങ്ങനെ ഇതിൽ പോകരുത്, നീ വെറും റൈറ്ററുടെ മോളാണ്, അതങ്ങനെയല്ല, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ മാറ്റാനായിട്ട് നോക്കും. സത്യനും കൂട്ടാക്കുകയില്ല, ഇവളും കൂട്ടാക്കുകയില്ല. അങ്ങനെ ഇവർ വിവാഹം കഴിക്കാനൊക്കെ തീരുമാനിക്കുകയാണ്. വിവാഹം കഴിക്കാനായിട്ടൊക്കെ തീരുമാനിച്ച് ഇതിന് സത്യൻ്റെ നാട്ടിൽ പോയിട്ട് സത്യൻ്റെ അമ്മയോട് ഇതിൻ്റെ പെർമിഷൻ വാങ്ങിക്കും. വിവാഹത്തിൻ്റെ കാര്യം പറയാനും അനുവാദം വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് സത്യൻ നാട്ടിലേക്ക് പോകും. നാട്ടിൽ പോയിട്ട് 2-3 ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ പെർമിഷനൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അമ്മയുടെ അനുവാദമൊക്കെ വാങ്ങിച്ച്, അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് തിരികെ എത്തുമ്പോഴത്തേക്കാണ് ഞെട്ടിങ്ങി പോകും. സത്യൻ അറിയുന്നത് ജീവന തുല്യം സ്നേഹിച്ചിരുന്ന, വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഈ വിജയനിർമ്മല
അവരെ ആ വിജയ നിർമ്മലയെ ആ യുവതിയെ പെൺകുട്ടിയെ സായിപ്പിൻ്റെ പ്രേതം കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുത അറിയുക. സത്യന് താങ്ങാൻ പറ്റില്ല. പക്ഷേ ഈ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസവും ഇതൊക്കെ കിട്ടിയിരിക്കുന്ന സത്യന് പുള്ളി അല്പം യുക്തിവാദമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഈ കക്ഷിക്ക് പ്രേതം ഉണ്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളി ആദ്യം തന്നെ സായിപ്പിൻ്റെ പ്രേതം എന്നൊക്കെ പറയുന്ന സാധനത്തിനൊക്കെ തള്ളിക്കളഞ്ഞിരുന്നതാണ്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത്, രാത്രി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ ഇയാള് സത്യൻ. അവിടെ ഇതിൻ്റെ അടുത്തൊരു ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഇവർ തമ്മിൽ കണ്ടുമുട്ടും. അങ്ങനെയൊക്കെയുള്ള ഇവരുടെ പ്രേമ നിർബാധം തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുവാദം വാങ്ങിക്കാൻ പോകുന്നു, കൊല്ലപ്പെടുന്നതും ഒക്കെ. അപ്പൊ സത്യന് ഇതില് വിശ്വാസമില്ല. പ്രേതം കുത്തും എന്ന് പറയുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സത്യൻ വളരെ കഷ്ടപ്പെടുവാണ്. പുള്ളി 2 ഫോറസ്റ്റ് ജോലിക്കാരെയും കൂടെ ഏർപ്പാട് ചെയ്തുകൊണ്ട് ഇതെവിടെ സംശയാസ്പദമായിട്ട് ആരെ കണ്ടാലും നോക്കണം, പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ അന്വേഷണത്തിന് മുതിരും, ഇറങ്ങിത്തിരിക്കും. പക്ഷെ ഈ 2 അസിസ്റ്റൻസിനെ, ഫോറസ്റ്റ് ഗാർഡുമാരെ പ്രേതം തട്ടിക്കളയും. അതും സത്യന് വലിയ ഷോക്കാവും. അങ്ങനെ അവസാനം സത്യൻ മെനക്കെട്ട് ശരിക്കുള്ള സായിപ്പിന്റെ പ്രേതത്തിനെ കണ്ടെത്തി അവർ തമ്മിലൊരു ഉഗ്രൻ സംഘടന നടക്കും. അങ്ങനെ വന്നിട്ട് ഈ പ്രേതം ഒരു മുഖം മൂടി വെച്ച് മുഖം മറച്ചിരിക്കുന്നതായിട്ട് ഈ സംഘടനത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് മുഖം മൂടി അഴിഞ്ഞു പോകുമ്പോഴാണ് പ്രേക്ഷകരും സത്യനും ഒക്കെ ഞെട്ടിത്തിരിച്ചു പോകുന്ന. ഇത് എസ്റ്റേറ്റ് ഉടമയായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ തന്നെയായിരുന്നു ഈ വേഷം കിട്ടിയിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പുള്ളി ഈ വനം അടുത്തുണ്ടല്ലോ, വനത്തിൽ നിന്ന് ലക്ഷക്കണക്കിന്, അന്നത്തെ ലക്ഷമാണ് കേട്ടോ, ഇപ്പോഴത്തെ ലക്ഷമല്ല, അന്നത്തെ ലക്ഷക്കണക്കിനുള്ള തടി വെട്ടിയിട്ട് കള്ളക്കടത്തായിട്ട് പുറത്ത് വിൽക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പരിപാടി. അപ്പം നാട്ടുകാരെയൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഭീതിപ്പെടുത്തി നിർത്തി കഴിഞ്ഞാൽ ആരുടെ ശല്യം ഉണ്ടാകാതെ രഹസ്യമായിട്ട് കടത്താമല്ലോ. അതിനു വേണ്ടിയിട്ട് പുള്ളി കണ്ടുപിടിച്ചൊരു മാർഗമായിരുന്നു ഈ സായിപ്പിൻ്റെ കൊലപാതകം, പിന്നെ പ്രേതബാധ എന്നൊക്കെ പറയുന്ന ഒരു സംശയങ്ങൾ. അപ്പോൾ ഇതിൽ KP ഉമ്മർ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. KP ഉമ്മർ അവിടെ പുള്ളി ഒരു ഇൻസ്പെക്ടറായിട്ട് പുള്ളി ഈ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട്, ഈ വന കൊള്ളയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അയാള് ഈ കൊട്ടാരക്കരയുടെ മകള് ജയഭാരതിയായിട്ട് പ്രണയമാണ്, അവർ കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഉപകഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട് ഈ പടത്തിൽ. അടൂർ ഭാസി ഡ്രൈവറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ അടൂർ ഭാസി ശരിക്കും അവിടെ വന്നത് ഇയാളുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഡ്രൈവറുടെ വേഷത്തിൽ അവിടെ വന്ന് കൂടിയിരുന്ന ഒരു CID ഓഫീസറായിരുന്നു എന്ന് പറയുന്ന കാര്യവും ഇതിൻ്റെ അവസാനം തെളിയും. അങ്ങനെ CID ഓഫീസർ ഇതിലെ ഓരോരുത്തരോടായിട്ട് ഇതിൻ്റെ കഥകളും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കഥയുടെ രത്നചുരുക്കം മനസ്സിലാകുന്നത്. അങ്ങനെ ഈ സത്യൻ്റെ കഥകൾ, കൊട്ടാരക്കര ശ്രീധരൻ നായർ കള്ളത്തടി കടത്താനായിട്ട് ശ്രമിച്ചതും ഒക്കെ ആയിട്ടുള്ള അയാളെ കെണിയിലാക്കുന്ന, അല്ലെങ്കിൽ അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടിരുന്നതായിട്ടാണ് ഈ കഥ തീരുന്ന. അവിടെ സഹായിച്ചിരുന്ന CID ഓഫീസർ അടൂർ ഭാസി, ഇവരെല്ലാവരും ചേർന്നിട്ട് ഇത് തെളിയിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ, ഇങ്ങനെ നടന്ന കഥ, ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ പുതുതായിട്ട് ചാർജ് എടുക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, റേഞ്ച് ഓഫീസർ തോമസ് ജോൺ, കോട്ടയം ജലവൻ ഗസ്റ്റ് വേഷം എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തോട് അവിടുത്തെ രാത്രിയിൽ അവിടെ വന്ന് വിട്ട് കഴിയുമ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞു കൊടുക്കുന്ന കഥകളായിട്ടാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്, നിശാഗന്ധി. ഇതിൽ ഈ സായിപ്പിന്റെ പ്രേതം, റോക്ക്വുഡ് ബംഗ്ലാവിലെ പ്രേതം എന്നൊക്കെ പറഞ്ഞ സായിപ്പിന്റെ പ്രേതം എന്നൊക്കെ പറയുന്നത് ഈ കൊട്ടാരക്കര ബാക്കിയുള്ളവരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തിരുന്ന ഒരു കഥയായിരുന്നെങ്കിലും ഇതിലെ അമ്മിണിയുടെ പ്രേതം, അതായത് വിജയ നിർമ്മല അഭിനയിച്ച ആ കഥാപാത്രത്തിന്റെ പ്രേതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു പ്രേതം തന്നെ ആയിരുന്നു. അത് ഈ റേഞ്ചറെ സഹായിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് കഥ വന്നിരുന്നത്. യഥാർത്ഥത്തിൽ പ്രേതം ഉണ്ട് എന്ന് തന്നെ സ്ഥാപിക്കുന്ന രീതിയിലുള്ളൊരു കഥയായിരുന്നു നിശാഗന്ധിയുടേത്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്രേതത്തിനെ ആദ്യം കാണുമ്പോൾ നീലവാനമേ എന്ന് പറഞ്ഞ പാട്ടിന്റെ കാര്യം പറഞ്ഞില്ല, ആ പാട്ടടക്കം, ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു. പക്ഷെ ആ പാട്ട് പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടാനില്ല. അത് ദുഃഖഭാവത്തിൽ, സന്തോഷഭാവത്തിൽ ഈ പാട്ട് പാടുന്നുണ്ട്. പിന്നെ ഇപ്പം അതിൽ ആകെ 2 പാട്ടുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ ഒത്തിരി, സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി തപ്പിയിട്ട് 2 പാട്ട് മാത്രമേ കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ 2, 3 പോയിട്ട് 4 പാട്ട്, 3 പാട്ട് ഇനിയും കിട്ടാനുണ്ട്. അതെന്താണെന്ന് എൻ്റെ ട്യൂൺ പോലും ഓർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഉള്ള 2 പാട്ടെന്ന് പറഞ്ഞാൽ ജാനകി പാടിയ മണിവീണയാണു ഞാൻ നിൻ മടിയിൽ, അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടുണ്ട്. പിന്നെ യേശുദാസിൻ്റെ
പാതി വിരിഞ്ഞൊരു പാതിരപ്പൂവായി വാതിലിൽ വന്നു വസന്തം. അങ്ങനെ തുടങ്ങുന്നൊരു പാട്ട് യേശുദാസിൻ്റെ രണ്ടും. ഇത് ദേവരായ മാഷ് ചെയ്തതാണെന്ന് ഓർക്കുമ്പോഴാണ് കൂടുതൽ സങ്കടം. ONV എഴുതി ദേവരായ മാഷ് സംഗീതം ചെയ്ത് ഈ പാട്ടുകൾ മിസ്സിങ് ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടം. അപ്പോൾ എന്തായാലും ആരുടെയെങ്കിലും കയ്യിൽ എവിടെയെങ്കിലും ലഭ്യമാണെങ്കിൽ ബാക്കിയുള്ളവർ കൂടെ കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇത്രയാണ് ഈ നിശാഗന്ധിയെക്കുറിച്ചുള്ള ഓർമ്മ.